പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നല്ല പ്രഭാതം ദൈവം നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമാക്കി നൽകി തരുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് 2 യോഹന്നാൻ 1:8 ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ വളരെയധികം ഓടി, ഹല്ലേലൂയ വളരെയധികം പ്രയത്നിച്ചും, ഹല്ലേലൂയ നേരോടെ ദൈവത്തിൻ്റെ വചനപ്രകാരം ശക്തിയോടെ നടക്കുമ്പോൾ പലപ്പോഴും ഹല്ലേലൂയ ആ ദൈവിക സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തുവാൻ ശത്രു പല കെണികളുമായി നമ്മുടെ അടുക്കിലേക്ക് വരും. ഹല്ലേലൂയ. പലപ്പോഴും വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പലവിധ വിഷയങ്ങളിലൂടെ എല്ലാം നമ്മളെ തളർത്തിക്കളയുവാൻ, നമ്മെ ക്ഷീണിപ്പിച്ചു കളയുവാൻ, നമ്മെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുവാൻ ശത്രു പലതും ഹല്ലേലൂയ ചെയ്യും. എന്നാൽ ഹല്ലേലൂയ യോഹന്നാൻ ലേഖനത്തിൽ നമ്മളോട് സംസാരിക്കുകയാണ് ആത്മാവിൽ. ഹല്ലേലൂയ ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. നമ്മൾ ഓടുന്നതും നമ്മൾ അധ്വാനിക്കുന്നതും ഒന്നും വൃഥാവായി പോകുവാൻ ഇടയാവരുത്. ഹല്ലേലൂയ. വളരെ സൂക്ഷിച്ചു വേണം നമ്മുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ മുന്നോട്ട് വെക്കുവാൻ. എന്നാൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് വിജയത്തിലേക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ, ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു പൂർണ്ണ പ്രതിഫലം ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ നൽകുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് വെളിപാട് പുസ്തകം 22:12 ഇങ്ങനെ പറയുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. നിശ്ചയമായും ദൈവം നമ്മുടെ ഹല്ലേലൂയ ഓട്ടത്തിനും അധ്വാനത്തിനും ഹല്ലേലൂയ പ്രതിഫലം ദൈവം നമുക്ക് നൽകിത്തരും. ഹല്ലേലൂയ. നമ്മളാരും ഹല്ലേലൂയ തകർന്നു പോകത്തില്ല, നമ്മളാരും ക്ഷീണിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 16 യേശു കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രവർത്തിക്ക് തക്കവണ്ണം നമുക്ക് നൽകിത്തരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിക്കുക. നമ്മൾ കഷ്ടതയും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നേരിടുന്നവരാണ്. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നമ്മളെ വല്ലാണ്ട് ഭാരപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ പറയും, ഹല്ലേലൂയ കർത്താവിന് എന്നെ വേണ്ടയോ, ദൈവം എന്താ എന്നെ ഹല്ലേലൂയ കാണുന്നില്ലയോ, ഹല്ലേലൂയ എന്നെല്ലാം നമ്മൾ ചോദിക്കും. പക്ഷേ ഹല്ലേലൂയ ദൈവമക്കളെ, നീതിയോടെ നിന്നാൽ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം നിന്നാൽ, ദൈവം ഹല്ലേലൂയ തൻ്റെ മക്കൾക്ക് അവരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കും. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ സേവിപ്പിൻ. ഹല്ലേലൂയ. അത് നമ്മുടെ അവകാശമാണ്. അവകാശത്തെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിത്തരും. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഉറപ്പോടെ നിൽക്കുക, ധൈര്യത്തോടെ നിൽക്കുക. കർത്താവ് നിനക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഇത് കേൾക്കുന്ന എല്ലാ തൻ്റെ മക്കളെയും അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് കൂടെ ഇരിക്കണമേ, കർത്താവ് സഹായിക്കണമേ, വൻകാര്യങ്ങളെ ചെയ്യണമേ. ഇന്ന് പകൽക്കാലം എല്ലാ കൃപാവരങ്ങളാലും എല്ലാ അനുഗ്രഹങ്ങളാലും തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന്. അപ്പ അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് കൂടെ ഇരിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. താങ്ക് യു സോ മച്ച്.